നമ്മളിൽ പലരും ഒരു വലിയ സൗകര്യമായി കാണുന്ന പക്ഷേ നമ്മുടെ ജീവിതം തന്നെ തകർത്തു കളയാൻ ശേഷിയുള്ള ഒരു കെണിയെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് കൊച്ചിയിലെ ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. പക്ഷേ ഈ കഥ കേരളത്തിലുള്ള നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഒരു വലിയ പാഠമാണ്. ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ ആ അവസ്ഥയുടെ ഭീകരത നമുക്ക് മനസ്സിലാവും അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു, പക്ഷെ ആ മാസം തള്ളി നീക്കാൻ നിങ്ങൾക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി പണം വേണം. ഇതായിരുന്നു ഒരാളുടെ യഥാർത്ഥ ജീവിതം. അപ്പോ ഇതാരുടെ കഥയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതേതെങ്കിലും വലിയ കോടീശ്വരന്റെയോ ഫിനാൻഷ്യൽ എക്സ്പോർട്ടിന്റെയോ ഒന്നുമല്ല. ഇത് രവിയുടെ കഥയാണ്. ഒരുപക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ആളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാവാം. നമ്മളെപ്പോലെ സാധാരണ സ്വപ്നങ്ങളുള്ള ഒരാൾ. പക്ഷേ അയാളൊരു സാമ്പത്തിക ചുഴിയിൽ പെട്ടുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോക്കാം. ഒരു സാധാരണ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങി കടക്കെണിയിൽ പെട്ടു, കണക്കുകൾ തെറ്റിയപ്പോൾ എന്തുണ്ടായി, രക്ഷപ്പെടാനുള്ള വഴി എന്താണ്, അവസാനം നമുക്കെല്ലാവർക്കും ഇതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട്? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? എങ്ങനെയാണിതെല്ലാം തുടങ്ങിയതെന്ന് നോക്കാം. ഇതാണ് രവി. കൊച്ചിയിലാണ് താമസം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ലൈഫ്. 34 വയസ്സ്, നല്ലൊരു കുടുംബം, സ്നേഹമുള്ള ഭാര്യ, പിന്നെ 1 വയസ്സുള്ള ഒരു കുഞ്ഞുമകൾ, കൂടാ അച്ഛനും അമ്മയൊക്കെയുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷമുള്ള ഒരു ജീവിതം. അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും ശമ്പളം കൂട്ടുമ്പോൾ മാസം ഏകദേശം ഒരു 78,000 രൂപയോളം വരുമാനം വരും. സത്യം പറഞ്ഞാൽ ഏതൊരു സാധാരണ മലയാളി കുടുംബവും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം. പക്ഷേ ഈ സന്തോഷത്തിന് താഴെ ആരും കാണാതെ ഒരു വലിയ കൊടുങ്ങാറ്റ് പതിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും അല്ലേ, മാസം 78,000 രൂപ വരുമാനമുണ്ട്, എന്നിട്ടും എങ്ങനെയാണ് 15 ലക്ഷം രൂപയുടെ കടം വന്നത്? ഏകദേശം 20 മാസത്തെ ശമ്പളത്തിന് തുല്യമായ കടം. ഇതിന്റെയൊക്കെ തുടക്കം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ നിസ്സാരമായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെറിയ തീരുമാനമൽ ഒരു വലിയ സാമ്പത്തിക ചുഴിയായി മാറിയതെന്ന്. ഈ കടമൊന്നും ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല കേട്ടോ, പതുക്കെയായിരുന്നു. ഇതിന്റെ തുടക്കം 2021-ലാണ്. പഴയൊരു എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി പുള്ളി പുതിയൊരു ലോൺ എടുത്തു. നല്ല തീരുമാനമാണെന്ന് തോന്നും. പക്ഷെ 2022 ആയപ്പോഴേക്കും അപ്രതീക്ഷിത ചെലവുകൾ വന്നു. അവിടെ കാര്യങ്ങൾ കൈവിട്ടു. 2023-ൽ ഏറ്റവും അപകടം പിടിച്ച കളി തുടങ്ങി. ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടയ്ക്കാൻ വേറൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ അവസ്ഥയോ? 2 പേഴ്സണൽ ലോണും 4 ക്രെഡിറ്റ് കാർഡ് EMI-കളുമായി ശ്വാസം മുട്ടി നിൽക്കുന്നു. ഈ ക്രെഡിറ്റ് കാർഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കെണിയാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ബില്ലൊക്കെ അടയ്ക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഉയർന്ന പലിശയുള്ള കടം ഒരിടത്ത് നിന്ന് വാങ്ങി മറ്റൊരിടത്ത് അടയ്ക്കുന്നു. ഓരോ മാസവും ആ കടം വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ ഫലം എന്തായിരുന്നെന്നോ? മാസ അടവുകളുടെ ഒരു മല തന്നെ മുന്നിൽ വന്നു നിന്നു. ആ കണക്കുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ആദ്യം ഒന്നാമത്തെ പേഴ്സണൽ ലോൺ. EMI വരുന്നത് 16,328 രൂപ. പിന്നെ രണ്ടാമത്തെ പേഴ്സണൽ ലോൺ, അതിന്റെ EMI 15,102 രൂപ. ഇനി ക്രെഡിറ്റ് കാർഡുകളിലേക്ക് വരാം. ഒന്നാമത്തെ കാർഡിന്റെ EMI 13,000 രൂപ. രണ്ടാമത്തേതിന് 13,550 രൂപ. മൂന്നാമത്തേതിന് 3,771 രൂപ. നാലാമത്തെ കാർഡിന്റെ EMI 4,128 രൂപ. ഒരു ടേം പ്ലാൻ കൂടിയുണ്ട്. അതും കൂടി ചേർത്ത് ആകെ പ്രതിമാസം EMI എത്രയാണെന്നറിയോ? 78,984 രൂപ. ഒന്നോർത്തു നോക്കൂ, അവരുടെ 2 പേരുടെയും കൂടിയുള്ള മാസവരുമാനത്തേക്കാൾ കൂടുതൽ. അപ്പോൾ അടുത്ത ചോദ്യം വരും, വരുമാനത്തേക്കാൾ കൂടുതലാണ് അടവ്, പിന്നെങ്ങനെയാണ് ജീവിക്കുന്നത്? ആ കണക്കുകൾ തെറ്റിയതിന്റെ ആഴം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഈ ചാർട്ട് കണ്ടാ മതി ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കാൻ. ആ പച്ച ബാറ് കണ്ടോ? അതാണ് 78,000 രൂപയുടെ വരുമാനം. പക്ഷെ ആ ചുവന്ന ബാറുകൾ നോക്കൂ. ഒന്ന് EMI-കൾ, മറ്റേത് വീട്ടുചെലവ്. ഏകദേശം 50,000 രൂപ. രണ്ടും കൂടി ചേരുമ്പോൾ വരുമാനം ഒന്നുമല്ലാതാവുന്നു. ഇതൊന്ന് കൂട്ടി നോക്കിയാൽ ആകെ വരുമാനം 78,000, ആകെ ചെലവോ 1,28,984 രൂപ. അതായത് ഓരോ മാസവും 50,984 രൂപയുടെ കുറവ്. ഓരോ മാസവും 50,000 രൂപയുടെ കൂടുതൽ കടത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. അപ്പോ ഈ 50,000 രൂപയുടെ കുറവ് എങ്ങനെ നികത്തും? ഓരോ മാസവും ഇതെവിടെ നിന്ന് കണ്ടെത്തും? അതെ, നേരത്തെ പറഞ്ഞ അതേ അപകടം പിടിച്ച വഴി തന്നെ. ഒരു കാർഡിൽ നിന്നെടുത്ത് മറ്റേതിലടയ്ക്കുക. ആ കുഴി വലുതാക്കിക്കൊണ്ടേയിരിക്കുക. ഇതിൽ നിന്നൊരു രക്ഷയുണ്ടോ? തീർച്ചയായും ഒരു വഴിയുണ്ട്. അതത്ര എളുപ്പമല്ല, പക്ഷെ അത് വ്യക്തമാണ്.
കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വഴിയാണ്. നമുക്ക് ആ 3 സ്റ്റെപ്പുകളുള്ള പ്ലാൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് എല്ലാ ഇൻവെസ്റ്റ്മെന്റും നിർത്തുക. രണ്ടാമത് വലിയ പലിശയുള്ള കടങ്ങളെയെല്ലാം ഒന്നാക്കുക. മൂന്നാമത്തേത് ചിലവുകൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെട്ടിക്കുറയ്ക്കുക. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഞാനൊരു ഇൻവെസ്റ്ററാണ് എന്ന ചിന്ത അങ്ങ് മാറ്റിവെക്കുക. കാരണം വെള്ളത്തിൽ മുങ്ങുന്നൊരാൾ നീന്തൽ പഠിക്കാൻ നിൽക്കരുത്. രവിക്ക് ഏകദേശം 31,000 രൂപയുടെ SIPകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ അഡ്വൈസ് ഇതായിരുന്നു: അതെല്ലാം ഇപ്പോൾ തന്നെ വിൽക്കുക. അങ്ങനെ വിറ്റുകിട്ടിയ 31,000 രൂപ കൊണ്ട് ഏറ്റവും ചെറിയ ക്രെഡിറ്റ് കാർഡ് ലോൺ, അതായത് 4,128 രൂപയുടെ EMI ഉണ്ടായിരുന്ന ലോൺ മുഴുവനായി അടച്ചു തീർത്തു. എന്നിട്ട് ആ കാർഡ് അക്കൗണ്ട് എന്നേക്കുമായി ക്ലോസ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? ഒരു EMI കുറഞ്ഞു. അതൊരു ചെറിയ വിജയമാണ്, പക്ഷെ മാനസികമായി കിട്ടുന്ന ആശ്വാസം വലുതാണ്. ഇനിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. രവിയുടെ പേരിലൊരു വീടുണ്ട്. ആ വീടിന്റെ പ്രമാണം വെച്ച് ഒരു ലോൺ എടുക്കുക. അതായത് ലോൺ എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഒരു 5 ലക്ഷം രൂപ. എന്തിനാണെന്നല്ലേ? ഈ വ്യത്യാസം നോക്കൂ. ക്രെഡിറ്റ് കാർഡിന്റെ പലിശ 35 മുതൽ 45% വരെയാണ്. പക്ഷേ ഈ ലോണിനോ വെറും 10%. ഒരൊറ്റ നീക്കത്തിൽ പലിശയുടെ ഭാരം 4-1 കുറയ്ക്കാം. അങ്ങനെ കിട്ടിയ ആ 5 ലക്ഷം രൂപ ഉപയോഗിച്ച് ബാക്കിയുള്ള 3 ക്രെഡിറ്റ് കാർഡുകളിലെയും കടം മുഴുവനായി അടച്ചു തീർത്തു. അതോടെ ആ കാർഡുകളും എന്നേക്കുമായി അടച്ചു. ഇതിന്റെ ഫലം എന്താണെന്ന് നോക്കൂ. ഏകദേശം 40,000 രൂപയുടെ ഭീകരമായ EMIകൾ ഇല്ലാതായി. പകരം വന്നതോ മാസം വെറും 4,600 രൂപയുടെ പുതിയൊരു EMI. കളി മൊത്തത്തിൽ മാറി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇതിന് കടുത്ത അച്ചടക്കം വേണം. രവിയും കുടുംബവും ഒരുമിച്ചു തീരുമാനിക്കണം മാസച്ചെലവ് 50,000-ൽ നിന്ന് 45,000 കുറയ്ക്കാൻ. അതായത് ഒരു 5,000 രൂപയുടെ കുറവ്. പുറത്തുപോയി കഴിക്കുന്നതും സിനിമ കാണുന്നതും അനാവശ്യ ഷോപ്പിംഗും എല്ലാം അടുത്ത 2 വർഷത്തേക്ക് പൂർണ്ണമായി നിർത്തണം. അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? രവിയുടെ ഈ അനുഭവം കേരളത്തിലുള്ള നമ്മൾ ഓരോരുത്തർക്കും നൽകുന്ന പാഠം എന്താണ്? ഒന്നാമത്തെ കാര്യം, ക്രെഡിറ്റ് കാർഡ് എന്നത് നിങ്ങളുടെ അധിക വരുമാനമല്ല, അതൊരു ലോൺ മാത്രമാണ്. പിന്നെ ശമ്പളം കൂടുമ്പോൾ അതിനനുസരിച്ച് ചിലവ് കൂട്ടുന്നൊരു സ്വഭാവം, അതൊരു സൈലന്റ് കില്ലറാണ്. പിന്നെ പലിശയെപ്പറ്റി നല്ല ബോധം വേണം. മാസം 3% പലിശയെന്ന് കേൾക്കുമ്പോൾ ചെറുതായി തോന്നും, പക്ഷെ വർഷം അത് 36%. ഒരു കടം വീട്ടാൻ വേറൊരു വലിയ പലിശയുള്ള കടമെടുക്കരുത്. ഏറ്റവും പ്രധാനം, പൈസയുടെ കാര്യം വീട്ടിൽ തുറന്ന് സംസാരിക്കണം. രഹസ്യം വെക്കുന്നത് കടത്തിന് വളരാനുള്ള വളമാണ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഒരു ഗുണമുണ്ട്. അടുത്ത 3 വർഷം കൊണ്ട് അച്ചടക്കത്തോടെ മുന്നോട്ടു പോയ രവിക്ക് ഈ കടമെല്ലാം അടച്ചു തീർക്കാം. അദ്ദേഹത്തിന്റെ മകൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴേക്കും ഒരു കടവുമില്ലാത്ത അവൾക്ക് നല്ലൊരു ഭാവി കൊടുക്കാൻ കഴിവുള്ള ഒരച്ഛനായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കും. ഈ കഥ നിങ്ങൾക്ക് ഒരു സഹായമായി തോന്നിയെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഇതൊരു സഹായമായേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തില് നിർത്തുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്ത് വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്? ആ വില ഇപ്പോഴത്തെ അച്ചടക്കവും ത്യാഗവുമാകാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന കടവും ടെൻഷനുമാകാം. ആ തീരുമാനം അത് നമ്മുടേത് മാത്രമാണ്.